എന്തിനാണെന്നോ? നിങ്ങളുടെ കഴിവ് ജനം അറിയണ്ടേ? നിങ്ങളുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന പത്മനാഭസിംഹയെ ഉണർത്തണ്ടേ? നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ്, ഡിപ്പാർട്ട്മെന്റിൽ ഷോക്കിംഗ് ന്യൂസ്, മാഫിയക്ക് ഷേക്കിംഗ് ന്യൂസ്. സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സാധുവായ ആളുകളെ ഞാൻ സിംഗിൾ ഡേയിൽ പിടികൂടും. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഗണ്ണുകൾ താഴെ വെച്ച് സെല്ലിലേക്ക് പോകാൻ താഴെ കൊള്ളുക. Because when fire is fire, fire will be fire. I am fire. I am the fire. അതി സർ, ഇതുവരെ ഞാൻ സ്വന്തം സഹോദരയുടെ മുഖം ഓർത്ത് ക്ഷമിച്ചതാ. ഹീസ് ക്രോസിംഗ് ഹിസ് ലിമിറ്റ്സ്. പെട്ടെന്നല്ലേ സസ്പെൻഡ് ചെയ്യണം. കോൾ ഫോർ ദി പ്രസ് മീറ്റ്. ഹൈദരാബാദിൽ മാത്രമല്ല, ഡൽഹി, ബോംബെ, കൽക്കട്ട എല്ലായിടത്തും ഒരേ സമയത്ത് തന്നെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവണം. നാളെ ഈ സമയത്ത് ഇന്ത്യ മുഴുവൻ ഇതായിരിക്കണം ബ്രേക്കിംഗ് ന്യൂസ്. ആരാടാ നീ? കോയമ്പത്തൂർ നഗരത്തെ കിടുകിട പറപ്പിച്ച പപ്പടക്കള്ളനെ ഓടിച്ചിട്ട് പിടിച്ച് അവന്റെ കൈ തല്ലി ഒടിച്ച പോലീസ് സിംഹം. 1994 ബബിൾ കഞ്ച വെച്ച് ഈർക്കലിൽ കുത്തിയിട്ട് അത് കാണിക്ക വഞ്ചിയിലിട്ട് നോട്ടുകൾ കുത്തിയെടുത്തവനെ കുരിച്ച് നിർത്തി ഇടിച്ച IPS സിംഹം. 1999 മാറാട് പ്രതികളെ എത്രയും വേഗത്തിൽ പിടിച്ച് അതിലും വേഗത്തിൽ വെറുതെ വിട്ട IPS സിംഹം. 2004 വീട്ടമ്മയുടെ മാല പൊട്ടിച്ചിട്ട് ഒളിച്ചിരുന്നുകൊണ്ട് തലയടിച്ച് പൊട്ടിച്ച കാക്കി സിംഹം. 2010 വീഡിയോ CD വിറ്റ പയ്യനെ വരട്ടി ആ CD മുഴുവൻ അടിച്ചു മാറ്റിയ ഡിപ്പാർട്ട്മെന്റൽ സിംഹം. ആ സിംഹങ്ങളെല്ലാം മിക്സിയിലിട്ട് അടിച്ച് റീമിക്സ് ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന ഈ പത്മനാഭ സിംഹം. ഇവനെ പോലത്തെ മുള്ളമ്പന്നിയൊക്കെ യൂണിഫോം ഇട്ടുണ്ടെന്ന പോലീസ് ആവുന്ന നീ എന്ത് പുളുത്താനാണ്? നീ എന്താ മോന്തയ്ക്ക് തുണിയിട്ടിരിക്കുന്ന ഡസ്റ്റ് അലർജിയാ? അല്ല സർ, എന്റെ ഫോക്കസിൽ നിങ്ങളെ ഫേമസ് ആക്കാൻ പോവാ. സാർ കാറിൽ വെയിറ്റ് ചെയ്തോ, ഇവരെ ഫിനിഷ് ചെയ്ത് അതിന്റെ ക്രെഡിറ്റ് സാറിന് തരാം. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. സർ, മൊത്തം RDXും പിടിച്ചെടുത്തു. അവന്റെ പ്ലാൻ എല്ലാം ഫെയിലിയർ ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും സാധുബായ് ഹൈദരാബാദിലെത്തും. യു ആർ കറക്റ്റ് റാം. നമ്മുടെ ടാർഗറ്റ് ഉടനെ സാധിക്കും. ഗുഡ് ലക്ക്. ഗുഡ് മോർണിംഗ്. നമ്മുടെ DCP പത്മനാഭസിംഹ പ്രൊഫഷണലി ഫെയിലായി, മെന്റലി ഡിസ്റ്റർബ്ഡായി. അതുകൊണ്ട് എവിടേക്കുള്ള സാധുബായുടെ ആളുകളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അവന് വേണ്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് തന്നെ അവനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. मन बलवान लागे चट्टान रहे मैदान में आगे. ഗുഡ് മോർണിംഗ് എവരിബഡി. ആ ഡെഡ് ബോഡിയുടെ പേര് രാഖി റസൂൽ, സാധുബായുടെ ആളാണ്. നിന്നെപ്പോലുള്ള അപ്രന്റീസ് പിള്ളേർ ഓർഡറിന് വേണ്ടി കാത്തിരിക്കും, എന്നാൽ സിംഹം സിറ്റുവേഷന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന പോലീസല്ല, പ്രവർത്തിക്കുന്ന പോലീസാണ്. പറയുന്നതേ ചെയ്യൂ, ചെയ്യാവുന്നതേ പറയൂ. സിംഹം, പത്മനാഭ സിംഹം. This is the last warning. സാധുബായ്, ക്യാൻസറിന് കാരണമുണ്ട്, എയ്ഡ്സിന് ചികിത്സയുണ്ട്. ബട്ട് ഈ പത്മനാഭ സിംഹം കൈവച്ചാൽ അതിന് മരുന്നില്ല. Remember that. Don't play with fire. When fire is fire, fire will be fire. I am fire. I am fear. I am fear. I am the fire. ഓ എന്റെ ചേട്ടാ, നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് സ്വന്തം ആളിയും ആദ്യം വരണ്ട പോയി. അതൊക്കെ ശരി തന്നെ റാം. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് ഫയർ വേണമല്ലോ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അതിന് നീ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിട്ടായിരുന്നു. എനിക്ക് ഐറ്റം കേടായാലും മതി. അയ്യോ, ഐറ്റം കേടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒന്നിൽ അനുഷ്ക, അവളെ കിട്ടിയില്ലെങ്കിൽ തമന്നെ ആയിരുന്നാലും മതി. അതൊക്കെ എങ്ങനെയാ നടക്കുന്നേ? ബുദ്ധിമുട്ടാ ചേട്ടാ. അതൊക്കെ എന്ത് ബുദ്ധിമുട്ടാടാ? സ്വപ്നത്തിൽ നിയന്ത്രണത്തിനാ. ശരിക്കും സ്വപ്നമല്ലേ? എന്റെ ചേട്ടാ, ഇത് സ്വപ്നമല്ല. ഇതൊന്നും ഞങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നേ. ഉറങ്ങുന്ന പത്മനാഭസിംഹയാണ്. അങ്ങേര് ഭാവന ചെയ്യുന്ന പെണ്ണായിരിക്കും നിങ്ങളെ എന്റർടൈൻ ചെയ്യുക. അങ്ങനെയല്ലേടാ? ആരായിരിക്കും അങ്ങയുടെ ചോയ്സ്? റാം, അവർ നമ്മുടെ ഇൻഫോർമർ കേശവനെ ദാരുണമായിട്ട് കൊന്നു. ഞാൻ അറിഞ്ഞത് സാധുബായ് സിറ്റിയിലുണ്ടെന്നാണ്. നീ ജാഗ്രതയായിട്ടിരിക്കണം. നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആകുന്നവരെ നീ ബാദ്ഷയാണെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഞാനാണ് ബാദ്ഷാ എന്ന് എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. ഓക്കെ? ഓക്കെ സർ. നീ ബാദ്ഷയാണോ? എന്താ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തേടുന്ന ക്രിമിനൽ നീ തന്നെയാണോ? അതല്ലമ്മേ, ഞാൻ ഏതല്ലെന്നാടാ. എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെയാ നടന്നിരിക്കുന്നെ. എന്റെ ഭാഗ്യദോഷം നീ നിന്റെ അച്ഛനെ പോലെ ആയല്ലോ. ഇനി ജീവിതത്തിൽ ഒരിക്കലും നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം സിദ്ധുവാ. എത്ര നേരമേ? അവൻ വരുവടാ. ഹായ് മാ. ഹായ് സിദ്ധു. ഹായ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ നീ കണ്ടില്ലേ? ഒന്നിച്ചിരുന്ന് ടിഫിൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ അത്ര വൈകിയത്? അവൻ ലേറ്റ് ആയിട്ട് വന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണം. അമ്മയ്ക്ക് അവൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണല്ലോ.
ഇത് പ്രിന്റ് ചെയ്യാൻ എത്ര സമയം എടുത്ത്? ദിവസവും കാപ്പി കുടിക്കുമ്പോ അമ്മ എന്നെ നീ ഓർക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പറ്റി ആലോചിക്കണം. കണ്ടില്ലേ, ദാറ്റ് ഈസ് സിദ്ധു. ഓ അങ്ങനെയാണോ? ആ കൈങ്ങതാ. ഇനി ഓരോ സെക്കൻഡിലും നീ എന്നെ ഓർക്കണം. ഇതെങ്ങനെയുണ്ടമ്മ? നിങ്ങൾ എന്നും ഇതേപോലെ ആയിരിക്കണം. ഞാൻ എങ്ങനെയാ അമ്മേ? ഇവന്റെ കാര്യം സംശയം. എന്നെ സംശയിക്കുന്നോടാ? അല്ലെങ്കിൽ എന്തിനാടാ സിവിൽ പാസ്സായിട്ട് നീ അമേരിക്കയിലേക്ക് ഇന്റർവ്യൂവിന് പോകുന്നു? ഇവിടെ IAS IPS കിട്ടി സമ്പാദിക്കുന്നതിന്റെ ഇരട്ടി ഞാൻ അവിടെ പോയി സമ്പാദിക്കും. അതുകൊണ്ടൊക്കെയാ മിടുക്കന്മാർ ഇവിടം വിട്ട് പോകുന്നതും മണ്ടന്മാരൊക്കെ ഇവിടെ കിടക്കുന്നതും. ശരി, ബോംബെ എവിടെയാ? ഇന്ത്യയിലല്ലേ? അവിടെ നല്ല ജോലി കിട്ടിയിട്ട് പോവാൻ എന്താ ചോദിക്കാമേ? പിന്നെന്താടാ പോണ്ടെന്ന് വെച്ചേ? ജനിച്ചപ്പോൾ മുതൽ ഇവൻ അമ്മയുടെ കൂടെയല്ലേ. ഞാൻ ലേറ്റ് ആയിട്ടല്ലേ വന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു. റോട്ടിൽ എവിടെയോ കിടന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവനേക്കാൾ ഏറെ നോക്കിയില്ലേ? എങ്ങനെയമ്മേ ഞാനത് മറക്കാ? ഇനി ഇങ്ങനെ പറഞ്ഞാൽ മേടിക്കും നീ. കണ്ടില്ലേ അമ്മേ, അവൻ വേർതിരിച്ച് സംസാരിക്കുന്നത്. സോറിടാ, ഇനി അങ്ങനെ ഞാൻ പറയും. അവന്റെ ഒരു സോറി പറഞ്ഞില്ലടാ. ഓക്കേ ഓക്കേ. ആ കഴിക്ക്. ഇപ്പോഴും അവന്റെ ദേഷ്യം കണ്ടില്ലേ അമ്മേ? കഴിക്ക്. അവൻ പറയുന്നേട്ടാ കഴിക്കടാ. അയ്യോ അമ്മ, ഞാൻ ബാഗ് പറഞ്ഞു. ഇപ്പൊ എടുത്തല്ലോ. സൂക്ഷിച്ചു മോനെ. ഏയ് സിദ്ധു. ഐ ആം ഓക്കേ. ടൈം പോകുന്നു, വാടാ.